വിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് യാത്ര പോവുകയാണ്. അപ്പം ഞങ്ങൾ നാത്തനെ അകത്ത് നിന്ന് കൂട്ടി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ ബുള്ളറ്റെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോടെ വീട്ടിൽ ചെന്ന് കയറി. മോടെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് പിള്ളേർ കണ്ടിന്ന് പഠിത്തമില്ലായിരുന്നു. അപ്പം പിള്ളേരെയും കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് അവൻ അപ്പ അങ്ങോട്ട് വന്ന് കിടന്ന ഉടനെ അവൻ അപ്പയുടെ തലേ നല്ലതുപോലെ മാലിഷ് ചെയ്ത് കൊടുക്കും. ഇത് മോടെ കൂട്ടുകാരത്തിയാണ്, പഠിക്കാൻ വന്നത് ഇവിടെ ട്യൂഷന്. അപ്പോൾ ഞങ്ങൾ എന്തോട്ട് തന്നെ കാർ ഇറക്കാനായിട്ട് പോയതാണ്. അപ്പോൾ കാറിനെ എന്തുവാന്നറിഞ്ഞു എന്താന്ന് പറഞ്ഞേ? എന്തുവാ പേരെന്തുവാ? ഏഞ്ചൽ ആ, അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മൊബൈലിൽ വരും. അപ്പം മോൻ പേരെ പൂട്ടുവാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കാർ ഇറക്കാനായിട്ട് നോക്കിയിട്ട് കാറിൻ്റെ ബാക്ക് വീല് കറങ്ങുന്നില്ല. അതെന്താണെന്നറിയാമോ? അനക്കാതിട്ടിരുന്ന് ജാമായിപ്പോയി. അപ്പോൾ ഒരു വർക്ക് ഷോപ്പുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി അതെല്ലാം അഴിച്ച് നോക്കുവാണ്. അഴിച്ച് നോക്കി ഏതായാലും കൊള്ളാം, എല്ലായിടും അഴിച്ച് എന്തോ കുഴപ്പമൊന്നും നോക്കും. അത് ജാമായി പോയതാണ്. അതുകൊണ്ട് അതെല്ലാം ഇളക്കി, വീലെല്ലാം ഇളക്കി നോക്കി. അവൻ പറഞ്ഞു അത് വർക്ക് ഷോപ്പിൽ കൊണ്ടിടാൻ പറഞ്ഞു. തൽക്കാലത്തേക്ക് അവൻ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുവാണ്. അങ്ങനെ മോളാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡ്രൈവർ, ഇളയ മോള്. മറ്റേപ്പോഴും ഞങ്ങൾ മൂത്ത മോളുടെ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളുടെ ഡ്രൈവർ ഇളയ മോളാണ്. അവൾക്ക് കൈയുടെ തെളിയണമായിരുന്നു. നല്ലപോലെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴല്ലേ കൈ തെളിയത്തുള്ളൂ. അങ്ങനെ കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാടിൻ്റെയൊക്കെ വീതികളിൽ കൂടി ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ പുഞ്ചയാണ്, രണ്ട് സൈഡിലും കാണുന്നത് പുഞ്ചകളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അത് നല്ല രസമുണ്ട്. രണ്ട് സൈഡും കാണാൻ പാടത്തിൻ്റെ നടുക്കൂടെ ഒരു റോഡ് ഉണ്ട്. ഇത് കുറച്ച് വീഡിയോ ഒക്കെ മോൻ പിടിച്ചു തന്നു, കുറേ ഞാനാണ് പിടിക്കുന്നത്. പിള്ളേരും ഞാനും പുറകിലും അപ്പനും മോളും മുന്നിലും. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചപ്പോൾ പിള്ളേർക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബേക്കറി ഞങ്ങൾ നിർത്തി. അന്ന് ഞാനും മോളും കൂടെ ബേക്കറി ചെന്ന് അവൾക്ക് എന്തോ ഇഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു. കേക്ക് മതി, ബിസ്ക്കറ്റ് മതി, പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം ഇരിക്കുന്ന കയറി പിടിക്കുക. എന്നിട്ട് ജ്യൂസ് മേടിക്കാനായിട്ട് അവർ ഇത് ചോദിക്കുവാണ്. ഞങ്ങൾക്ക് വലിയ ഒരു കുപ്പി വേണോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 പേർക്ക് ഒന്നിച്ച് കുടിക്കാമല്ലോ. ചെറിയില്ലെന്ന് തോന്നുന്നു. അവർ തപ്പി എടുക്കുവാണ്. ഫ്രിഡ്ജിനകത്തില്ല, തണുത്തത് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം മേടിക്കുവാണ്. മേടിച്ച് നോക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം അതിനകത്തില്ല, ജ്യൂസില്ല. അതും പോരാ. പിള്ളേർക്ക് ഇഷ്ടമല്ലാതല്ലേ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഇവിടെ ഇരിപ്പുണ്ട് വെള്ളം, പക്ഷെ അത് തണുത്തതല്ല. തണുക്കാത്ത ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞ് അത് തണുത്തത് വേണ്ട, അത് വേണ്ട, അതും വേണ്ട, എന്നാതായാലും മതി തണുത്തത്. ഒരു വലുത് ഒരെണ്ണം വെച്ചേരെ ഒരാവശ്യം. അയ്യോ, അത് വേണം. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. പിള്ളേർ മുട്ടായും ബിസ്ക്കറ്റും ഒക്കെ തിന്നാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. നിങ്ങൾ കയറി പിടിക്കും. ഇച്ചിരി സ്ലോയിലാണ് പോകുന്നത്. മോളൊക്കെ നല്ല സ്പീഡിൽ പോകാനൊന്നും മോക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ പോയി. ചില സ്ഥലത്ത് ബ്ലോക്ക്, പരമലപ്പള്ളി പെരുന്നാൾ നടക്കുന്നതുകൊണ്ടേ വണ്ടിയൊക്കെ റോഡിൽ ബ്ലോക്കായിരുന്നു. കുറേ സ്ഥലത്ത് ഞങ്ങൾക്കങ്ങനെ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് പഠിത്തവും കൂടി ഇല്ലായിരുന്നല്ലോ. പിള്ളേരൊക്കെ ഓരോരുത്തരത്ത് പോകുന്ന സമയമായിരുന്നു. പിള്ളേരെ ഒന്ന് വെളിയിൽ ഇറക്കാമെന്ന് കരുതി പോയതാണ്. സ്കൂളെ പഠിത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോഴാണ് നമ്മൾ പിള്ളേരെ ഒന്ന് വെളിയിൽ ഇറക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ പോവാണ്.
ഈ വീഡിയോ ഒക്കെ മോനാണ് എടുക്കുന്നത്. നല്ല ഭംഗി, സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, 2 സൈഡിലും പുഞ്ച, നടുക്കൂടെ റോഡ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. മോളാണ്, സ്പീഡ് കുറവാണ് മോക്ക്, എന്നാലും പപ്പ മുന്നിലിരിപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പോവാണ്. കുട്ടനാട്ടിലെ സീനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു ലോറി, ടോറസ് എന്തോ ഒരു വലിയ ലോറി ഉണ്ട്, കല്ലുമായിട്ട് വിലങ്ങനെ നിൽക്കുക. അകത്തോട്ട് കയറ്റണം അതും കവർ ചെയ്ത് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുക, പോയിക്കൊണ്ടേയിരിക്കുക. നല്ല നല്ല കാഴ്ചകൾ. അതിൻ്റെ ഒരു പാലം കയറാൻ പോവുകയാണ്, വള്ളക്കാലിപ്പാലം. അതാണ് ഇത് കുട്ടനാട്ടിൻ്റെ എടുത്തുവാലോട്ട് പോവുകയാണ്. എടുത്തുവ എൻ്റെ ആ ചെരുപ്പുണ്ടല്ല, അതെൻ്റെ സഹോദരൻ്റെ ചെരുപ്പാണ്. ആ കാറിൽ കിടക്കുന്നത്. സഹോദരന് സുഖമില്ലാതെ ആശുപത്രി കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. ഏതാണെന്നറിയാമോ? മഹാജൂബിലി. എടുത്താലൊരു മഹാജൂബിലി ഹോസ്പിറ്റലുണ്ട്, അവിടെ വന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങാൻ പോവാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുവാണ്. ഇറങ്ങി ഞാനും മോളും കൂടെ മുന്നിന് പോവുകയാണ് ഹോസ്പിറ്റലിനകത്തോട്ട്. വേണ്ട, ഇവിടെ അനുവാദമൊക്കെ വേണം നമുക്ക് കയറാൻ ചോദിച്ച് ഞങ്ങൾ മോളിൽ 3ാമത്തെ നിലയിലാണ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.